എന്താണ് ബദർ? ചുരുങ്ങിയ രീതിയിൽ ഞാനൊന്ന് പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. ഹിജ്റ പോരുമ്പോൾ അവരുടെ സ്വത്തും അവരുടെ എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചിട്ടാണ് പോരുന്നത്. ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നീട് ശത്രുക്കൾ മുഴുവനും അതെടുക്കുകയാണ്. അതുപയോഗിച്ചുകൊണ്ടാണ് അവർ ബിസിനസ് നടത്തുന്നത്. അതുപയോഗിച്ചുകൊണ്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്ന് ഹിജ്റയുടെ 2-ാം വർഷം റമളാൻ മാസം 8-ാം തീയതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു വിവരം കിട്ടി. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 40 പുരുഷന്മാർ 1000 ഒട്ടകത്തിൻ്റെ പുറത്ത് 50,000 ദീനാറുമായി വലിയ ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കച്ചവട സംഘം വരുമ്പോഴൊക്കെ അവർ മക്കയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ബദറിൽ അവർ വരും. ഈ ബദറിൽ എല്ലാവരും വെള്ളമെടുക്കുന്ന നല്ലൊരു കിണർ ഇവിടെ ഉണ്ട്. യാത്രയിൽ അവർക്ക് മരുഭൂമിയിലൂടെയാണല്ലോ യാത്ര. അപ്പോൾ ആ വെള്ളമെടുക്കുന്ന സ്ഥലത്ത് അവർ വന്ന് വെള്ളമൊക്കെ ഉപയോഗിച്ച് ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ എല്ലാ സമയത്തും പോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് ഈ വിവരം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞു, അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘമുണ്ട്. നമ്മളെ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് തടയണം. ആ സമയത്ത് അവിടെയുള്ള 313ഓളം വരുന്ന സ്വഹാബത്ത് അതിന് തയ്യാറായി. യുദ്ധത്തിന് വേണ്ടിയല്ല വരുന്നത്. യുദ്ധത്തിന് വേണ്ടിയാണെങ്കിൽ കൂടുതൽ അംഗങ്ങൾ, കൂടുതൽ ആൾക്കാർ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടാകും. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ 313 ആൾക്കാർ അതിനുവേണ്ടി തയ്യാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു മക്തൂമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്യണം, പള്ളിയിൽ ഇമാമായി നിസ്കരിക്കണം. അബൂ ലുബാബയെ വിളിച്ചിട്ട് പറഞ്ഞു, മുത്തവല്ലിയായി നിങ്ങളിവിടെ ഉണ്ടാവണം. അങ്ങനെ അവർ പുറപ്പെട്ട സമയത്താണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും കൂടെയുണ്ട്. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ റുഖിയ ബീവിയുടെ ഭർത്താവാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. റുഖിയ ബീവി സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഉസ്മാനെ നീ ഇപ്പോൾ തൽക്കാലം പോരേണ്ടതില്ല. അങ്ങനെ മക്കയിൽ നിന്ന് അവർ നടന്നു. 1-2 മൈൽ ദൂരം നടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആൾക്കാരെ നോക്കി, ആരാണ് ഈ കൂട്ടത്തിലുള്ളത്, ചെറിയ മക്കളൊക്കെ ഉണ്ടോയെന്നാണ് റസൂലുള്ളാഹി പരിശോധിക്കുന്നത്. നോക്കുമ്പോൾ അതിൽ ഉമൈർ ബിൻ അബീ വഖാസ് എന്ന് പറഞ്ഞ 16 വയസ്സുള്ള ഒരു മോനുണ്ട്. ആ മോനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പോരേണ്ടതില്ല. ആ കുട്ടി പൊട്ടിക്കരഞ്ഞു, എനിക്ക് പോരണം. ആ പോക്കിലെങ്ങാനും എനിക്ക് ഷഹീദാവാൻ കഴിഞ്ഞാൽ